കഴിഞ്ഞ ദിവസം നമ്മുടെ ജഡ്ജസ് അഗ്നിപരീക്ഷയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം തിരിച്ചു വന്നു. ഏറ്റവും പുതിയ എപ്പിസോഡിൽ അവർ തിരിച്ചു വരികയും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കണ്ടസ്റ്റൻസിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അഖിലാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അഖിൽ മാരാർ കൃത്യമായ പോയിന്റ്സ് ആണ് ആൾ പറഞ്ഞത്. അഖിൽ പറഞ്ഞത് ഇതിനകത്തൊരു വസ്തുതയാണ്. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലേക്ക് ഓരോരുത്തരും എത്തുന്നത് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ്. ബിഗ് ബോസ് വർഷത്തിൽ ഒരു തവണയാണ് നടക്കുന്നത്. പക്ഷേ ഒരു 10ഓ 20ഓ സീരിയലോ അല്ലെങ്കിൽ 5ഓ 6ഓ സിനിമയിലോ അഭിനയിച്ചാൽ കിട്ടാത്ത ഒരു സ്വീകാര്യത ഈ ഷോ കൊണ്ട് ഓരോ വ്യക്തിക്കും കിട്ടും. അതായത് ഈ ഒരു ഷോ കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരെ നേടിത്തരും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് കുറച്ച് പേരായിരിക്കാം. പക്ഷെ ലൈഫ് ലോങ് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യർ നമ്മുടെ ഒപ്പം ഉണ്ടാകുന്ന ഒരു ഷോയാണത്. സോ ആ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പലരും അവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ അഖിൽ പറഞ്ഞതുപോലെ റെനീഷ അടക്കം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ട്രസ് ആണ്. എന്നിട്ടും വളരെ ടൈം എടുത്താണ് റെനീഷ ഈ ഒരു ഷോയിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഇപ്പോഴും ഈ ഷോയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആർട്ടിസ്റ്റ് ഉണ്ടാവും എന്നറിയോ? അതുപോലെ തന്നെ ഈ ഷോയിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചെത്തിയിരിക്കുന്നവരാണ് അവിടെ എത്തിയ ഓരോരുത്തരും. സോ അവരവിടെ വരുന്ന സമയത്ത് ഷോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ജഡ്ജസിന് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷാമോനും അതുപോലെ ഷിജുലാലിനും അവർ ചെയ്ത മുഴുവനും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരൊരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് കളിച്ചു. പക്ഷെ എപ്പോഴാണോ ജഡ്ജസിന് അത് ഇഷ്ടമായില്ല എന്ന് അവർ മനസ്സിലാക്കിയത്, ആ പോയിന്റിൽ അവർ ഗെയിം ചേഞ്ച് ചെയ്യണമായിരുന്നു. ലാസ്റ്റ് റൗണ്ടിൽ ജഡ്ജസ് ആഗ്രഹിച്ചത് അവർ തമ്മിൽ ഗെയിം കളിക്കണം എന്നാണ്. സോ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കാൻ അവർ തയ്യാറായില്ല. അവരവിടെ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ രഞ്ജിനിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നന്മ മരം കളിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണ് ജഡ്ജസിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ ജഡ്ജസിന് വേണ്ടത് എന്താണ്? ഏതെങ്കിലും ഒരാളെ കയറ്റി വിട്ടാൽ പോരാ. ആദ്യത്തെ അഗ്നിപരീക്ഷയാണ് മലയാളം ബിഗ് ബോസിൽ നടക്കുന്ന ആദ്യത്തെ അഗ്നിപരീക്ഷ. സോ ഇതിൽ നിന്ന് ജഡ്ജസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവസാനം എത്തിക്കുന്ന 2ഓ 3ഓ പേര് അല്ലെങ്കിൽ എത്ര പേരാണോ അത്രയും പേര് അവർ നന്നായിട്ട് പെർഫോം ചെയ്താൽ അതിൻ്റെ ഒരു ചെറിയ ക്രെഡിറ്റ് ജഡ്ജസിനുമുണ്ട്. കാരണം ഈ ഒരു എൻറ്റയർ പ്രോസസ്സിൽ ഒരു പ്രധാന പങ്ക് ജഡ്ജസ് വഹിക്കുന്നുണ്ട്. സോ ഇവർ ആഗ്രഹിക്കുന്നത് ബെസ്റ്റ് കണ്ടസ്റ്റൻസിനെ തന്നെ തെരഞ്ഞെടുത്ത് വിടണം എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ജഡ്ജസ് അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതൊരു ഓഡിഷൻ പ്രോസസ്സാണ്. അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് അത് നടത്തുന്നുവെങ്കിലും ഇതൊരു ഓഡിഷനാണ്. സോ അവിടെ അൾട്ടിമേറ്റ് പവർ ജഡ്ജസ് ആണ് അല്ലെങ്കിൽ ഷോ ആണെന്ന് അവർ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. അതായത് ബിഗ് ബോസ് കളിക്കേണ്ട ഇടമല്ല അഗ്നിപരീക്ഷ എന്നാണ് ജഡ്ജസ് പറയുന്നത്. അപ്പോൾ ഇത് അവരുടെ ഷോ, അവരുടെ ഷോയാണ്. ആ ഷോ എന്താണെന്ന് അവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. സോ അവർ പറയുമ്പോൾ നമ്മൾ ഓഡിയൻസിന് മനസ്സിലാവുന്നൊരു കാര്യം എന്താണ്, ഈ ഷോ എന്ന് പറയുന്നത് ബിഗ് ബോസ് അല്ല. അഗ്നിപരീക്ഷയും ബിഗ് ബോസും തമ്മിൽ ബന്ധമില്ല. ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ് അഗ്നിപരീക്ഷ. സോ അതിൻ്റെതായ ചില നിയന്ത്രണങ്ങളും ചട്ടക്കൂടുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജഡ്ജസ് അവരാഗ്രഹിക്കുന്ന തരത്തിൽ അവിടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരിയാണ്, മറ്റ് ചില ഭാഷകളിലൊക്കെ മത്സരിക്കാൻ എത്തുന്നവർ ജഡ്ജസുമായിട്ട് ആർഗ്യുമെന്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്, ജഡ്ജസുമായി സംസാരിക്കുന്നുണ്ട്. രഞ്ജിനിയുടെ ചില പ്രയോഗങ്ങൾ അതിര് കടന്നതായിട്ട് തീർച്ചയായിട്ടും എനിക്കും തോന്നിയിരുന്നു. അതായത് ഏതൊരു സാഹചര്യത്തിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യന് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, ജഡ്ജസിനായാലും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവരോട് നിർത്തടോ, താൻ ഇനിയൊന്നും പറയണ്ടടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് അത്രയും വേണമോ എന്ന് ജഡ്ജസും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എല്ലാ മനുഷ്യർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ രഞ്ജിനി എന്ന് പറയുന്ന ആൾ അവരുടെ കരിയറിൽ അവർ തിരഞ്ഞെടുത്ത വഴികൾ നമുക്കൊക്കെ രഞ്ജിനി അറിയാം. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ട് ഇങ്ങോട്ടുള്ള രഞ്ജിനിയുടെ ജേണി എല്ലാവർക്കും അറിയാം. അതിന് മുന്നേ രഞ്ജിനി എന്തായിരുന്നു എന്ന് അറിയില്ലെങ്കിലും ഐഡിയ സ്റ്റാർ സിംഗർ തൊട്ടുള്ള കാര്യം മലയാളി ഓഡിയൻസിന് അറിയാം. ഇപ്പോൾ രഞ്ജിനി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആങ്കറാണ്, ഇന്ന് ഈവൻ ആക്ട്രസുമാണ്. സിനിമകളിലൊക്കെ എന്തൊക്കെയോ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ രഞ്ജിനി എല്ലാവർക്കും അറിയാം. അപ്പോൾ രഞ്ജിനിക്ക് രഞ്ജിനിയുടേതായിട്ടുള്ള ഒരു ജേണി ഉണ്ട്. അതുപോലെ തന്നെ ഷാമോൻ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി വേറൊരു മേഖലയിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണെന്ന് നമ്മൾ അംഗീകരിക്കണം. ഷാമോൻ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത് നിരവധി മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന ആളാണ്. സോ ആ ഒരു തൊഴിലിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, വലിയ രീതിയിൽ വാല്യൂ ഉണ്ട്, നമ്മൾ അത് മനസ്സിലാക്കണം. അതുപോലെ അവിടെ വന്നിട്ടുള്ള പലരും പല പല പ്രൊഫഷൻസിൽ നിന്ന് വന്നവരാണ്, പല തൊഴിലുകൾ ചെയ്യുന്നവരാണ്, പല ചുറ്റുപാടിൽ നിന്ന് വന്നവരാണ്. അവരൊക്കെ അവരവരുടെ മേഖലയിൽ ചിലപ്പോൾ ലെജൻസ് ആയിരിക്കും, അവരവരുടെ മേഖലയിൽ ചിലപ്പം ഭയങ്കരമായ കഴിവ് തെളിയിച്ചവരായിരിക്കും. ഒരു കാർപ്പൻറ്റർ ആയിക്കോട്ടെ, ഒരു ആംബുലൻസ് ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അധ്യാപകനായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ,
അവരൊക്കെ അവരവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേ രീതിയിൽ തന്നെ. സോ എല്ലാവർക്കും അതിൻ്റെതായ വാല്യൂ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രഞ്ജിനി ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസിനെ വിലയിരുത്താം, അല്ലെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കാം. കാരണം രഞ്ജിനി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ജഡ്ജസ് ആയിട്ടാണ്, അഗ്നിപരീക്ഷയുടെ ജഡ്ജസിൽ ഒരാളായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിക്കാൻ വരുന്നവരുടെ മേൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരെ വിലയിരുത്താനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ഒരു പരിധിവരെയൊക്കെ ദേഷ്യപ്പെടാനും ഒക്കെ രഞ്ജിനിക്ക് വേണമെങ്കിൽ റൈറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിർത്തടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നതിനകത്ത് ഒരു ഔചിത്യക്കുറവുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. ആ ലെവലിലോട്ട് പോകേണ്ടിയിരുന്നില്ല. ഒരു പക്ഷെ കുറച്ചും കൂടി നൈസായിട്ട് അഖിൽമാരാറും റിയാസും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ രഞ്ജിനിയുടെ ഭാവം, പുച്ഛമൊക്കെ അങ്ങേ അറ്റം പുച്ഛം മുഖത്ത് നമുക്ക് കാണാം. സോ രഞ്ജിനിയും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇനി ഷാമോന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഷാമോനും കുറച്ചൊന്ന് മസിൽ പിടിക്കാൻ നോക്കി. മേ ബി ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവണം. രഞ്ജിനി അത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പുള്ളിക്കും എവിടെയോ കൊണ്ടിട്ടുണ്ടാവും. സോ ഷാമോൻ ചിന്തിക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ ഷോയിലേക്ക് വരാൻ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ നമ്മുടെ ഈഗോ ടെസ്റ്റ് ചെയ്യുന്നൊരു ഇടമാണ്. അത് ചിലപ്പോൾ ഈവൻ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോലും ചിലപ്പോൾ അവിടെ നമുക്ക് ഉണ്ടായെന്ന് വരില്ല, നഷ്ടപ്പെട്ടു എന്നൊക്കെ വരാം. നമുക്ക് നമ്മളായിട്ട് പൂർണ്ണമായിട്ട് ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ബിഗ് ബോസിനകത്ത് പോയിട്ട് ചെയ്യേണ്ടി വരും. അത്രയും നമ്മളിട്ട് പരീക്ഷിക്കുന്ന ഒരിടമാണ്. ആഫ്റ്റർ ഓൾ ഇതൊരു സർവൈവൽ ഗെയിമാണ്, സർവൈവലാണ്. അതിനകത്ത് വേറെ ഒന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത പലതും അതിനകത്ത് ചെയ്യേണ്ടി വരും. സോ അങ്ങനത്തെ ഒരു ഷോയിലേക്ക് പോകാൻ വരുന്നവർ ഈഗോ അല്ലെങ്കിൽ നാണക്കേട്, ദേഷ്യം ഇതൊക്കെ കൺട്രോൾ ചെയ്യുകയോ മാറ്റി വയ്ക്കുകയോ ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ. സോ അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്കുള്ള ഒരു ചവിട്ടുപടി ആകുമ്പോൾ അവിടെ ജഡ്ജസ് ഒന്ന് ചൊറിഞ്ഞാലും അതിൽ കയറി കൊളുത്താതെയൊക്കെ പരമാവധി നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഷാമോനടക്കമുള്ള കണ്ടസ്റ്റൻസും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും ഈവൻ ജഡ്ജായിട്ടുള്ള എസ്പെഷ്യലി രഞ്ജിനി പെരുമാറിയ രീതി, അവരുടെ ഭാഗത്ത് ജഡ്ജസ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ന്യായമുണ്ട്. ബട്ട് ആ പെരുമാറിയ രീതിക്കകത്ത് ഒരു ഔചിത്യക്കുറവുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, ഇതിനകത്ത് കണ്ടസ്റ്റൻസും ജഡ്ജസിനെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇതൊരു ആ ഷോ എന്താണെന്ന് അഖിൽ പറഞ്ഞ അവിടെയാണ് എനിക്ക് വളരെ വാലിഡായിട്ട് തോന്നുന്നത്. ഇതൊരു ഷോയാണ്. അപ്പോൾ ഈ അഗ്നിപരീക്ഷ എന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾ അവിടെ നിന്നെങ്കിലേ കാര്യമുള്ളൂ. പരസ്പരം നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ ചെയ്യേണ്ട ഘട്ടങ്ങളിൽ ഗെയിമിന്റെ ഭാഗമായി ചെയ്യാം. നിമിഷ നേരം കൊണ്ടല്ലേ ഒരാൾ ഔട്ടായത്. ഒരു ദിവസം 4 എന്ന കണക്കിൽ നിങ്ങളുടെ കൂടെ നിന്നവർ പുറത്തായിക്കൊണ്ടിരുന്ന ഒരു ഷോയാണിത്. സോ അത്രയ്ക്കേ ഉള്ളൂ അവിടെ. നിങ്ങളുടെ എത്ര വലിയ ഫ്രണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും പരിചയക്കാരനെന്ന് പറഞ്ഞാലും ഏത് നിമിഷവും പിടിച്ചു വെളിയിൽ കളയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി അത് നഷ്ടപ്പെടാതെ നിങ്ങൾ വിജയം കൈവരിക്കുക എന്നുള്ളതാണ്. അതിനാണ് അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് കൂടെ ഉള്ളവനെയും കൂടെ കൊണ്ടുപോകാന്ന് പറയാൻ ഇത് ബിഗ് ബോസ് അല്ല. അഖിൽമാരാർ ഉപയോഗിച്ച സ്ട്രാറ്റജി അത് ബിഗ് ബോസിനകത്ത് നമുക്ക് ഷിജു ചേട്ടാ നമുക്ക് ടോപ്പ് 5 വരാം, ഷിജു ചേട്ടൻ ടോപ്പ് 2, ഞാൻ ടോപ്പ് 1, അങ്ങനെ അഖിൽമാരാർ ഒരു സ്ട്രാറ്റജി ഒക്കെ അതിനകത്ത് ഉണ്ടാക്കി. ബിഗ് ബോസിനകത്ത് അങ്ങനെയൊക്കെ പലർക്കും ആഗ്രഹിക്കാം. അഖിൽ പക്ഷേ കുറേയൊക്കെ അതിൽ സക്സസ് ആവുകയും ചെയ്തു. പല സീസണിലും പലരും ഫെയിൽ ആയിട്ടുണ്ട് ആ പരിപാടിയിൽ. സോ എല്ലാവർക്കും ടോപ്പ് 5 എത്താൻ ബിഗ് ബോസിൽ പറ്റില്ല. പക്ഷെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പലരും അങ്ങനെ ആഗ്രഹിച്ചു പോകും. പക്ഷെ അത് ബിഗ് ബോസ്, ഇത് അഗ്നിപരീക്ഷയാണ്. അതിനകത്ത് കയറിയിട്ടല്ലേ ബാക്കി കാര്യം. ഇത് കയറുന്നതിന് മുന്നേ തന്നെ പോകുമ്പോൾ ഇവനെയും കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത് ഇവിടെ വർക്കാവില്ല. അത്രേ ഉള്ളൂ. എന്തായാലും ജഡ്ജസ് തിരിച്ചു വന്നതിന് ശേഷമുള്ള ജഡ്ജസിന്റെ എക്സ്പ്ലനേഷൻ നോക്കിയാലും സീരിയസ്ലി ഞാൻ ചിലപ്പോൾ അതിനി രഞ്ജിനിക്ക് ഇഷ്ടപ്പെടണമെന്ന് ഉണ്ടാവില്ല, ഹേർട്ട് ആവാം മേ ബി. പക്ഷെ വസ്തുത എന്താണെന്ന് വെച്ചാൽ അഖിൽമാരാറും റിയാസും ഈ സിറ്റുവേഷൻ കുറച്ചും കൂടി മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്തു. രഞ്ജിനിയുടെ പതിവ് ദേഷ്യം അതായിരുന്നു സീസൺ ഫസ്റ്റ് ഫുള്ളായിട്ട് കണ്ടൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും. രഞ്ജിനി അടിപൊളി പ്ലെയർ ആയിരുന്നു സീസൺ ഫസ്റ്റിൽ. പക്ഷേ രഞ്ജിനിയുടെ അനാവശ്യ ദേഷ്യമായിരുന്നു അവിടെ രഞ്ജിനിക്ക് പ്രശ്നമായത്. രഞ്ജിനി പൂജ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനോടും ഇത് ഈ സീസണിൽ ഇപ്പോൾ അഗ്നിപരീക്ഷയിൽ പറഞ്ഞു കൊടുത്തിരുന്നു. ആ സെയിം പ്രശ്നം ഇപ്പോഴും രഞ്ജിനി ഫേസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൈവിട്ടു പോവും, ആക്ഷൻസ് കൈവിട്ടു പോവും. അപ്പം അതിപ്പോൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് രഞ്ജിനി ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും നാച്ചുറലി വന്നതാണെങ്കിലും ഒരു ഘട്ടത്തിൽ എവിടെയോ കൈവിട്ടു പോയി എന്ന് തന്നെയാണ് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ജഡ്ജസ് പറഞ്ഞതിനകത്ത് കുറച്ച് ന്യായങ്ങളുണ്ട്. ഇത് അവരുടെ ഷോയാണ്. സോ ജഡ്ജസിന് ഡിസൈഡ് ചെയ്യാം ആര് തുടരണം, ആരെങ്ങനെ കളിക്കണം എന്നൊക്കെ. അതിന് താല്പര്യമുള്ളവർക്ക് അവിടെ നിൽക്കാം, അല്ലാത്തവർക്ക് പെട്ടിയെടുത്ത് പോവാം.
അത്രേ ഉള്ളൂ. അഗ്നിപരീക്ഷയിൽ ജഡ്ജസ് നിങ്ങളാരും നിർബന്ധിച്ചുകൊണ്ട് നിർത്തിയതല്ല. ഷോ മേക്കേഴ്സ് നിങ്ങളെ വിളിച്ച് വരൂ മോനെ എന്ന് പറഞ്ഞ് ആരെയും കൊണ്ടുപോയതുമല്ല. ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ച് നിങ്ങൾ അങ്ങോട്ട് തന്നെയാണ് പോയത്. സോ അവിടെ അവർ പറയുന്നത് അനുസരിക്കാൻ കണ്ടസ്റ്റൻസിന് ഉറപ്പായിട്ടും ഉത്തരവാദിത്തമുണ്ട്. അതിന് പറ്റാത്തവർ ക്വിറ്റ് ചെയ്ത് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.